കാരണം ഒരു രാജ്യം പോകുന്ന ചിലവിൽ നമുക്ക് 3 രാജ്യം എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ കൊച്ചി ടു ബാങ്കോക്ക് എടുക്കുക ഒരു ഫ്ലൈറ്റ്. ഒരിക്കലും റൗണ്ട് ട്രിപ്പ് എടുക്കരുത്. സ്കൈ സ്കാനറിൽ കയറുക, കൊച്ചി ടു ബാങ്കോക്ക് എടുക്കുക. 5300 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി. ഗ്രാൻഡ് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് എടുത്തത്. നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും നമ്മൾ റിവ്യൂ നോക്കണം. ശരിക്കും റിവ്യൂവും കാര്യങ്ങളും എടുക്കുക. ഗ്രാബ് ആപ്പിൽ നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് നമ്മൾ ഗ്രാബിൽ സെലക്ട് ചെയ്തിട്ട് 4 പേരാണെങ്കിൽ സാധാരണ വണ്ടി, 5 സീറ്റ് വണ്ടി അത് കാണിക്കും അവർ. അത് നമുക്ക് കൺവീനിയൻ്റ് അല്ല. നമുക്ക് ലഗേജ് കൂടുതലുണ്ട്, നമുക്കൊരു ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ ആ ഇന്നോവയുടെ ഓപ്ഷൻ കാണിക്കും. 7 സീറ്റർ വണ്ടിയുടെ ഓപ്ഷൻ കാണിക്കും, അതിൻ്റെ റേറ്റ് കാണിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ ഡോൺമർഗ് എയർപോർട്ടിലാണ്. നിങ്ങൾ കണ്ടു കാണും, ഒരു രാജ്യം പോകുന്ന ചിലവിൽ നമുക്ക് 3 രാജ്യം എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ഒരു ടാസ്ക്കാണ്, എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല, പക്ഷേ അത് സത്യമാണ്. കാരണം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ വീഡിയോകൾ പുറകെ വരും. നമ്മളിപ്പം വിയറ്റ്നാമിൽ പോകുന്നുണ്ട്, മലേഷ്യ പോകുന്നുണ്ട്, എല്ലാം പുറകെ വരും. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഇൻ്റർനാഷണൽ ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റുകൾ മൊത്തം വരുന്നത് നമ്മുടെ തായ്ലൻഡിൽ നിന്നാണ്. എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കോക്കിൽ വന്നിട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റുകൾ. സിംഗപ്പൂർ പോയാലും അല്ലാതെ സിംഗപ്പൂർ പോയാലും എവിടെ പോയെന്ന് പറഞ്ഞാലും കണക്ഷൻ ഫ്ലൈറ്റുകൾ വരുന്നത് ബാങ്കോക്കിൽ നിന്നാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു ഇതെങ്ങനെ നമുക്കത് ഇതാക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പോകാത്ത 2 രാജ്യങ്ങളുണ്ട്, വിയറ്റ്നാം, കംബോഡിയ. മലേഷ്യ പോയതാണ്, ബാങ്കോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് ആക്കി ഞങ്ങൾ. പാക്കേജ് എന്ന് പറഞ്ഞാൽ നേരെ കൊച്ചി ടു ബാങ്കോക്ക്. പിന്നെ ബാങ്കോക്ക് വരാത്തവർക്ക് ഇവിടെ 2 ദിവസം നിന്നിട്ട് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ സെയിം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് തന്നെ ഡനാങ്ങിലേക്കോ ഹോച്ചിമിൻ സിറ്റിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം. സ്കൈ സ്കാനറിലോ മേക്ക് മൈ ട്രിപ്പിലോ നോക്കുക. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി ടു ബാങ്കോക്ക് എടുക്കുക ഒരു ഫ്ലൈറ്റ്. ഒരിക്കലും റൗണ്ട് ട്രിപ്പ് എടുക്കരുത്. സ്കൈ സ്കാനറിൽ കയറുക, കൊച്ചി ടു ബാങ്കോക്ക് എടുക്കുക. കൊച്ചി ടു ബാങ്കോക്ക് എടുത്തിട്ട് ബാങ്കോക്കിൽ നിന്ന് മലേഷ്യക്കോ സിംഗപ്പൂരിനോ നമ്മളിപ്പോൾ പോകുന്ന വിയറ്റ്നാമിലേക്കോ ഏത് രാജ്യത്തേക്കും പോകാൻ 2500 രൂപ 3500 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. അതാർക്കും അറിയാത്തൊരു കാര്യമാണ്. റൗണ്ട് ട്രിപ്പ് അടിക്കരുത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ നേരെ എൻ്റെ 4 സുഹൃത്തുക്കളുണ്ട്. അതിൻ്റെ പുറകെ കുറച്ച് നമ്മുടെ ഈ എക്സ്പ്ലോർ വീഡിയോസ് വരുന്നുണ്ട്. ഒരേ ഫുഡ് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ എടുത്തത് കൊച്ചി ടു ബാങ്കോക്ക്. 2 ദിവസം നിന്നു. 2 ദിവസം നിന്നിട്ട് ഇന്നിപ്പം നമ്മൾ വിയറ്റ്നാമാണ്. നേരെ ഡനാങ് എയർപോർട്ടിലേക്ക്. കാരണം ഡനാങ്ങിലാണ് എല്ലാം കാണാനുള്ളത്. നമുക്ക് ഹോച്ചിമിൻ സിറ്റിയിൽ ഒന്നും കാണാനില്ല. അപ്പം ഡനാങ്, ഹൊയ്യാൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പം ഡനാങ്ങിൽ ഒരു 4 ദിവസം നിൽക്കുന്നു. അവിടുന്ന് നേരെ മലേഷ്യ. അതാകുമ്പം കറക്റ്റാണ്. മലേഷ്യന്ന് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരുമ്പം അതിന് വെറും ഒരു 6500 രൂപ 7000 രൂപ നമുക്ക് ഫ്ലൈറ്റിനാകുന്നുള്ളൂ. അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 രാജ്യങ്ങളായില്ലേ. അതിനിടയ്ക്ക് വേണമെങ്കിൽ കംബോഡിയ സെലക്ട് ചെയ്യാം, സിംഗപ്പൂർ സെലക്ട് ചെയ്യാം, ഏത് രാജ്യമുള്ള അതിനിടയ്ക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സിംഗപ്പൂരെല്ലാം പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും മലേഷ്യയും പോയതാണ്. എങ്കിലും നമ്മൾ 2 സുഹൃത്തുക്കൾ പോയിട്ടില്ല. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളീ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരമാവധി ഇത് യൂസ് ചെയ്യുക. ഇത് ശരിക്കും ഇത് നല്ലപോലെ ഇന്ന് പഠിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. കാരണം ഓരോ രാജ്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഓരോ പൈതൃകങ്ങൾ, അവിടുത്തെ ഫുഡുകൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. നമ്മളപ്പം ടിക്കറ്റ് എടുത്തത് സ്കൈ സ്കാനർ വഴിയാണെന്ന് പറഞ്ഞു. സ്കൈ സ്കാനറിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആലോക ട്രാവൽസിനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുകയായിരുന്നു. നമ്മളിവിടുന്ന് നേരെ യാത്ര ചെയ്യുന്ന ആദ്യമേ കൊച്ചി ടു ബാങ്കോക്ക് 9500 രൂപ. എയർ ഏഷ്യ ഫ്ലൈറ്റാണ് എല്ലാം എടുത്തത്. പിന്നെ നമ്മൾ ലഗേജ് ക്യാരി ചെയ്യുമ്പോഴത്തേനും ഒരു 4500 രൂപയ്ക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ഒരു ടിക്കറ്റിൽ. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ബഡ്ജറ്റ് മാറിപ്പോകും. നമുക്കൊരു 7 കിലോ വെയിറ്റ് മതി. നമുക്ക് ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം വാഷ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം വരെയുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ 9500 രൂപയ്ക്ക് നമ്മൾ നേരെ തായ്ലൻഡിൽ ചെന്നു. തായ്ലൻഡിൽ നിന്ന് വീണ്ടും നമ്മൾ അവിടുന്ന് വിയറ്റ്നാമിൽ ഡനാങ്ങിലേക്ക് നമ്മൾ പോയത്. അത് 5500 രൂപയ്ക്ക് നമുക്ക് അങ്ങോട്ട് കിട്ടി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ മലേഷ്യ 5300 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി. പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് 8200. അങ്ങനെ 28500 നമുക്കായത്. പക്ഷേ അതിലും കുറച്ച് നമുക്ക് എടുക്കാം. കുറച്ച് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റും.
പിന്നെ നമ്മൾ റൂമുകൾ ബുക്ക് ചെയ്ത അഗോഡയിൽ കൂടിയും എയർബിഎൻബി കൂടിയാണ്. ഈ അഗോഡയിലാണ് നമ്മൾ ഈ പറയുന്ന വിയറ്റ്നാമിൽ നമ്മൾ റൂം എടുത്തത്. ഓഷ്യൻ ഗ്രാൻഡ് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് എടുത്തത്. നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും നമ്മൾ റിവ്യൂ നോക്കണം, ശരിക്കും റിവ്യൂവും കാര്യങ്ങളും എടുക്കുക. അപ്പോൾ നമ്മളിതിനകത്ത് കയറി നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഫെസിലിറ്റികൾ കാണിക്കും. നമുക്കപ്പം ഏറ്റവും അടുത്ത് കാണാനുള്ള ബീച്ചുകൾ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പം നിയർ ബൈ ആയിട്ടുള്ള ഇത് നോക്കുക. ഓരോ ഡെസ്റ്റിനേഷൻ നമ്മൾ യൂട്യൂബിൽ നോക്കി അറിയാം. അപ്പം ഓരോ ഡേറ്റുകൾ വെച്ചിട്ട് ആ റൂമുകൾ നമ്മുടെ ടിക്കറ്റ് അനുസരിച്ച് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ റൂം ഡേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിവ്യൂ ആദ്യം നോക്കുക. റിവ്യൂ നോക്കുമ്പോൾ അറിയാം പിന്നെ എത്ര പേരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് കിട്ടുന്നത് എയർബിഎൻബിയിലാണ് നമുക്ക് നല്ല കിച്ചണൊക്കെ ഉള്ള നല്ല ഫ്ലാറ്റാണ് കിട്ടിയത്. അതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് നോക്കിയാൽ അറിയാം വ്യൂ പിന്നെ നമുക്ക് ജനലുകളുള്ളതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ റിവ്യൂസും അതിൻ്റെ റേറ്റും ഒക്കെ നോക്കി നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ പറയുന്ന മലേഷ്യയിൽ നമ്മൾ 2 ബെഡ്റൂം ഫ്ലാറ്റ് എടുത്തത് ആക്സോൺ എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റെൻറ്റ് വരുന്നതാണ്. ഡെയിലി 25,000 രൂപ റെൻറ്റ് വരുന്നതാണ്. നമുക്ക് ഓഫറിൽ കിട്ടിയത് വെറും 2 ദിവസത്തേക്ക് 2 ബെഡ്റൂം ഉള്ളത് കിട്ടിയത് 11,500 നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ എയർബിഎൻബിയിൽ റൂം ബുക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഒരു പാക്കേജ് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഹോട്ടലിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് പാക്കേജ് അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് വേറെ ട്രാവൽ ഏജൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ലാഭമുണ്ട്. ഇല്ലെങ്കിൽ നേരെ നമുക്ക് ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പുണ്ട്, ക്ലൂക്ക് ആപ്പ്. ആ ക്ലൂക്ക് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിയറ്റ്നാമിൽ ചെന്ന് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ ഏതൊക്കെയാണ് കാണേണ്ട സ്ഥലങ്ങൾ നമ്മൾ യൂട്യൂബിൽ നോക്കി അത് മനസ്സിലാക്കിയ ശേഷം നമ്മളിപ്പം വിയറ്റ്നാമിൽ ആദ്യം പോയത് ഡനാങ്ങിൽ നമ്മൾ ഒരു കേബിൾ കാർ ഉൾപ്പെടെയുള്ള ഒരു ബാനാ ഹിൽസ് എന്ന് പറഞ്ഞൊരു ടൂർ എടുത്തത്. അത് നമ്മളിവിടെ പല ഏജൻറ്റിനോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പാക്കേജ് 12,000 രൂപ ഒക്കെ വരുന്നുണ്ട് ഒരു 1 ഡേ ട്രിപ്പിന്. നമുക്കത് വെറും 4,500 രൂപയ്ക്കാണ് ഡിന്നർ പിന്നെ ലഞ്ചൊക്കെ എടുത്തിട്ട് നമുക്ക് കിട്ടിയത്. നമ്മളൊന്നും അറിയണ്ട. നമ്മൾ രാവിലെ 7 മണിക്ക് ഹോട്ടലിൽ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോബിയിൽ ഇരുന്നാൽ മതി. നമ്മളെ വന്ന് കൊണ്ടുപോകും, ഗൈഡുണ്ടാവും. വൈകുന്നേരം നമ്മളെ തിരിച്ച് ഒരു 7-7:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തിക്കും. നമ്മളൊന്നും അറിയേണ്ട, പേടിക്കേണ്ട. ഒരു ഗ്രൂപ്പ് ടൂറായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെറിയ വണ്ടി ക്യാരി ചെയ്ത് പോകണമെങ്കിൽ അതിന് ഒരു 1,000 രൂപ 2,000 രൂപ എക്സ്ട്രാ വരത്തുള്ളൂ. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് യാത്ര ചെയ്യാനുള്ള ആപ്പുണ്ട്. അത് ഇൻ്റർനാഷണൽ എവിടെ പോയാലും ഗ്രാബ് ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗ്രാബ് ആപ്പിൽ നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് നമ്മൾ ഗ്രാബിൽ സെലക്ട് ചെയ്തിട്ട് 4 പേരാണെങ്കിൽ സാധാരണ വണ്ടി 5 സീറ്റ് വണ്ടി അത് കാണിക്കും അവർ. അത് നമുക്ക് കൺവീനിയൻ്റ് അല്ല. നമുക്ക് ലഗേജ് കൂടുതലുണ്ട്, നമുക്കൊരു ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ ആ ഇന്നോവയുടെ ഓപ്ഷൻ കാണിക്കും. 7 സീറ്റർ വണ്ടിയുടെ ഓപ്ഷൻ കാണിക്കും, അതിൻ്റെ റേറ്റ് കാണിക്കും. നമ്മളപ്പം സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ നമ്മൾ ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവറായിട്ട് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. ഹോട്ടലിൽ ഇറക്കി കഴിയുമ്പോൾ അതിനകത്ത് കാണിച്ച പൈസ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു ടൂറ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശരിക്കും പരമാവധി ഉപയോഗപ്പെടുത്തുക. ആദ്യമായിട്ട് പോകുന്നവരൊന്നും ഇത് ചെയ്യണമെന്നില്ല. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് പോകുന്നവർ ട്രാവൽ ഏജൻസിയെ സമീപിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ ആളുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ മതി. വലിയ ലാംഗ്വേജൊന്നും ഇല്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തട്ടിമുട്ടി കിട്ടാൽ മതി. ഏത് രാജ്യത്തും നമുക്ക് പോകാം, മനസ്സുണ്ടെങ്കിൽ സാധിക്കും. കാരണം നമ്മളൊക്കെ ഒരിക്കലും ഇതുപോലുള്ള രാജ്യങ്ങൾ കാണാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച ആൾക്കാരല്ല. കാരണം സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ തേക്കടിക്ക് പോകാൻ വേണ്ടി 50 രൂപ 20 രൂപയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ അതിനോട് മുഖം തിരിഞ്ഞിരുന്നിട്ടുണ്ട്. കാരണം വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ പൈസ കിട്ടുക എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ അതൊക്കെ ഇങ്ങനെ ദുരാഗ്രഹങ്ങളായിട്ട് കിടന്ന് അത് അവസാനം ദൈവം തമ്പുരാൻ എന്തായാലും അതൊക്കെ സാധിച്ചെന്നും ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഇതൊക്കെ സാധിക്കും. ആഗ്രഹങ്ങളാണ് നമ്മളെ എപ്പോഴും നമ്മളെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. യാത്രകൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ യാത്രകളാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കും, ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കും. നമുക്കിതിനൊക്കെ സാമ്പത്തികം കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളുണ്ട്, സാധിക്കും. ഇതൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന ഒരു ചിലവിലൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം.
നമ്പർ കൊടുക്കാം. പിന്നെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം. നിങ്ങൾക്കിപ്പം ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മലേഷ്യക്ക് പോകാം, അല്ലെങ്കിൽ തായ്ലൻഡ് പോവാം. അങ്ങനെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് യാത്രകൾ ചെയ്യുക, യാത്രകളെ സ്നേഹിക്കുക. അപ്പം നമ്മൾ യാത്ര ബാങ്കോക്കിൽ ഇപ്പം ലോഞ്ചിലിരിക്കുകയാണ്. ലോഞ്ചിൻ്റെ വീഡിയോ അത് വേറെ ഉണ്ട്, അത് നിങ്ങൾ പ്രത്യേകം കണ്ടോണം. ലോഞ്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കാർഡുകൾ എങ്ങനെ ഉപയോഗിക്കാം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം മനുഷ്യന് പ്രയോജനപ്പെടുന്ന വീഡിയോകൾ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ ഫുഡ്, കോക്ടെയിൽ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഫ്രീ ആണ്. കാരണം വെറും 2 രൂപ നമ്മുടെ കാർഡിൽ നിന്ന് കട്ടാകുന്നത്. അപ്പം നമ്മുടെ കൂടെ റൂബിച്ചാനുണ്ട്, അനീഷുണ്ട്. അനീഷ്, നിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ? ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്ന് പറഞ്ഞേ. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അത് എന്നെ ഷൈജു ആണ് അതിന് പ്രോത്സാഹിപ്പിച്ച് അവനെ കൊണ്ടുവന്നത്. കാരണം അതിനകത്ത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ. എനിക്ക് ഇത്രയും രാജ്യങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ നടക്കുമെന്ന് ഉള്ള കാര്യമല്ലത്. നമുക്കതൊരു ഭയങ്കര സന്തോഷം. നമ്മൾ ആ ഒരു രാജ്യം കാണാമെന്ന് പറഞ്ഞ് വന്നതാണ് നമ്മൾ. അപ്പം 3 രാജ്യങ്ങളാണ് നമ്മൾ ഈ ട്രിപ്പിൽ കവർ ചെയ്യുന്നത്. ഒന്നാമത് ഇപ്പം നമ്മൾ 2 ദിവസം ബാങ്കോക്ക് കവർ ചെയ്തിരുന്നു. ബാങ്കോക്കിൽ ചെന്നിട്ട് നമുക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസാണ് നമുക്കുണ്ടായത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ ഈ ലോഞ്ചിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഈ ലോഞ്ചിൽ കയറി നമ്മൾ ഇത്രയും നല്ല ഫുഡും നല്ല എല്ലാം കഴിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ്. വിയറ്റ്നാമിൽ നമുക്കൊരു 3-4 ദിവസമുണ്ട്. ഈ ഒരു പാക്കേജ് തന്നെ ഷൈജു ആണ് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കേജ് ചെറുപ്പക്കാർക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു അതെ നമ്മളിതൊരു എൻജോയ്മെൻറ്റ്. ഞങ്ങൾ പല സ്ഥലങ്ങളും കറങ്ങുന്നതാണ് ഞങ്ങൾ. നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ഇത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യ ഒരു അനുഭവമാണ്. എന്നാ പറയാനുള്ള നമ്മുടെ ട്രിപ്പിനെ കുറിച്ച്? അടിപൊളി ട്രിപ്പ് അല്ലേ? ആദ്യം നമ്മൾ വിയറ്റ്നാം പോകാന്ന് തീരുമാനിച്ചല്ലേ? ഫ്ലൈറ്റ് നോക്കിയപ്പോൾ എത്രയായിരുന്നു റേറ്റ്? 32 രൂപ. നമ്മൾ ഈ 3 രാജ്യം കൂടെ എത്ര ടിക്കറ്റ് ആയി? ഇപ്പോൾ 28,500 കേട്ടോ. അത് ഞാൻ റേറ്റ് പറഞ്ഞില്ല. 28,500 രൂപയ്ക്കാണ് 3 രാജ്യങ്ങൾ അല്ലേ? 3 രാജ്യങ്ങളുടെ ടിക്കറ്റ് കിട്ടുമെന്ന് 28,500 രൂപയ്ക്കാണ്. പക്ഷെ അത് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് സ്കൈ സ്കാനറിൽ പോവുക, സെർച്ച് ചെയ്യുക. ഇപ്പോൾ അവധി സമയം ആയതുകൊണ്ടാണ് 28,500 കിട്ടിയത്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ 30 രൂപയൊക്കെ ആകുമായിരിക്കും. അതിൽ കൂടുതൽ ടിക്കറ്റ് ഒന്നും ആകത്തില്ല. അപ്പോൾ ഇത് ചെയ്യുക. എന്നിട്ട് ഒരു ട്രാവൽ ഏജന്റിനെ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുപ്പിക്കുക. അവർക്ക് ഒരു ടിക്കറ്റിന് ഒരു 500 രൂപ കമ്മീഷൻ കൊടുത്താൽ മതി. അവരോട് സംസാരിച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് നമ്മൾ എടുക്കുക. കാരണം ട്രാവൽ ഏജന്റിനെ നിരാശപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പം തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് അവർ ചെക്ക് ഇൻ ചെയ്ത് തന്നു. നമ്മൾ ബുദ്ധിമുട്ടില്ല, ക്യൂ നിൽക്കേണ്ട. അല്ലേ? അലോക ട്രാവൽസ് ഉണ്ട്. അവരുടെ പേര് പ്രത്യേകം പറയുകയാണ്. അലോക ട്രാവൽസ് ആണ് നമുക്ക് എടുത്തു തന്നത് കേട്ടോ. അക്ബറൊക്കെ ആയിരുന്നു ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, അവർ നല്ല സർവീസൊക്കെയാണ്. ഇപ്പോൾ ഉള്ളതിൽ റേറ്റ് കുറച്ച് എടുത്തു തന്നേക്കുന്നത് അലോക ട്രാവൽസ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഒരു പരസ്യം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അവരുടെ പരസ്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻ്റ് ആണെങ്കിൽ ഒരു ക്യാൻസലേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ ഇൻഫോം ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിവിടെ നേരെ ഇനിയിപ്പം വിയറ്റ്നാമിലേക്ക് ഡനാങ് ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ട്. അവിടെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവരും ഈ റീൽസ് എടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അത് ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ കൊയ്യാൻ, പിന്നെ നമ്മുടെ കേബിൾ കാർ, ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. വീഡിയോകൾ നിങ്ങൾ തുടക്കത്തോടെ വീഡിയോ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വീഡിയോകളെല്ലാം കാണുക. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ അല്ല. നമ്മൾ ചുമ്മാ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിന് ടൈമായി. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു.